താങ്ക് യു. കാരണം എന്താ പറയേണ്ടതെന്നറിയില്ല ഈ നിമിഷം. നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇത്ര നാളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ നാളല്ലേ ഇത്ര നേരം എനിക്കിപ്പോൾ ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്. അപ്പം എന്താ പറയണ്ടേ? സീൻ മാറ്റെന്ന് പറഞ്ഞാണല്ലേ, സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡയനാമിക്സ് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാർ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര ബേസ് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇത്രയും ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റിയ ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയൊരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് and above all that the real Manual boys, അവരില്ലെങ്കിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. അടുത്തത് പടത്തിന്റെ അദൃശ്യ അൺസങ് ഹീറോ. അൺസങ് ഹീറോ, അൺസങ് അല്ല ഹീറോ. ഇനി അനേകം കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. ഞാൻ അജയനോട് സംസാരിക്കാം. ഇതില് ഇല്ല, ലെറ്റ് ഇറ്റ് ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇത് നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും. ഇപ്പോൾ നമ്മൾ എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴേ അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. സിനിമകളൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മളെ പാർട്ട് കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റത് ആൾക്കാരനെ അത് ചെയ്തു വെച്ചെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിചാരം. സന്തോഷം. എല്ലാ ആളുകളുടെ സ്ക്രീനിൽ മാത്രമാണ് ഒരു ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സും അപ്പൊ എല്ലാവരും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിലായിട്ട്
കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതിൽ അതാണ് അജയേട്ട വിജയം. താങ്ക് യു. ഹലോ, താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളുപരി വലിയൊരു പ്രൗഡ് മൊമെന്റാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മൾ ഒരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. അപ്പൊ അല്ല, അപ്പൊ അങ്ങനെ അങ്ങനെ എന്താണെന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാലും സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും. ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചിതു ആണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ ഭയങ്കര ഇമോഷണലി ടച്ചായി ചില സീനിലൊക്കെ ഞാൻ കരഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടത്തോളം നിലനിൽക്കും. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമകളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. ഇത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം പറയുന്ന ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് പണം പ്രൊഡ്യൂസ് ചെയ്ത്. അല്ല, അത്രയും പൈസയല്ല. കാരണം എന്ന് വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്ന് അറിയണം. ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം, എന്തായിരിക്കും ഈ സിനിമ. ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയത് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ടും മനസ്സിന് സൗഭികയ്ക്ക് താങ്ക് യു. പിന്നെ ഇതിന് കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഗണപതിയാണ് എന്നെ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. ഈ സിനിമ കാണുക. ഈ സിനിമ ഒറിജിനൽ മഞ്ഞുമേൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിരു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷൈലുക്ക, സൗഭിക, സുഷിൻ, എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. താങ്ക് യു സോ മച്ച്. പടം കാണാൻ താങ്ക് യു. ഇതില് നമ്മളിപ്പോ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് കണ്ട മഞ്ഞുമേൽ ബോയ്സ് ആണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ പടം ഏതെല്ലാം ഇറങ്ങി. ഇതില് നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വിജയ് കുട്ടി സർ, ശശി കുമാർ സാർ. അവരുടെ എന്തുവാണ്
சினிமாவுக்கு ஃபஸ்ட்டு இந்த படத்து மூலமாக வந்தேன். சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம், நல்லா தமிழ். இருந்தாலும் நம்ம சொல்ல வர விஷயம் இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் என்னோட ப்ரொடியூசர் சவின் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், ஆர்ட் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய 5 பேர் வாய்ஸ். இது சில இடங்களில் அடித்ததெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது, அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் வந்து எல்லாருமே வந்து இன்னைக்கு இவ்வளோ தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துருக்குன்னா இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்குது. என்னன்னா மார்னிங் அந்த லிஸ்ட்டில் இந்த 11 பேரும் அந்த 7 o'clock அங்கே ஷூட்டிங் ஸ்பாட்டில் அசம்பிள் ஆகணும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னா தான் அந்த மிஸ்ட்டு வெளியில் போகிறக்குள்ளேயே அந்த ஷார்ட் எடுத்து முடிச்சாகும். அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அந்த ஒரு 2 hours தான் ஷூட் போகும். ஸோ இதே ப்ரொடக்ஷன் பண்ணுறதுக்கு எவ்வளோ பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலே எல்லாருக்கும். அப்புறம் அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாகும். ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்ததுன்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரியெல்லாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸ் இல்லை, வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்கள் கேமராமேன்லேயே ஒரு 6 பேர் வாய்ஸ் இருப்பீங்க, அந்த மாதிரி தான் இந்த படம். ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்கள் வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. எல்லாருக்கும் வணக்கம். நான் இதான் ஃபர்ஸ்ட் டைம் மைக்கில் பேசுகிறேன், ஏதாவது தப்பாக இருந்தால் மன்னிச்சிடுங்க. நீங்கள் எல்லாம் பார்த்துருப்பீங்க, அது தமிழ் படம் தான், சினிமா படம் அன்போடு. இது எல்லாருமே நீங்கள் லவ் மூடில் பார்த்துருப்பீங்க. ஆனால் அந்த லவ் உண்மையானவே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்தில் இருக்கு. நானே இது இப்போதான் ஃபீல் பண்ணேன். ஓ, இப்படி ஒரு லவ் இருக்கு, நம்ம ஏன் தேவையில்லாமல் வேற லவ் எல்லாம் பண்ணி போயிருக்கோம். ஆனால் உண்மையுமே லவ்னா இதுதான். அந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்துல இருக்கு. நீங்க இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்றேன், உங்க ஃப்ரெண்ட்ஸை நீங்க நினைக்கலன்னா நான் இனிமேல் நடிக்கிறதே விட்டுறேன். தயவு செஞ்சு சொல்றேன், கேரளா மக்கள் எல்லாருக்கும் சொல்றேன், இல்லை வேர்ல்டு வைஸ் சொல்றேன், இந்த படத்தை கண்டிப்பா பாருங்க. உங்களுக்கு பாஷை புரியலன்னா கூட அதை கேட்டு தெரிஞ்சுங்க. இந்த படம் பாருங்க, உங்களுக்கு நீங்க கொடுக்குற காசுக்கு 100% ஒர்த்தா இருக்கு. நாங்கள் அவ்வளோ கஷ்டப்பட்டுக்கிறோம். அவர் சொன்ன மாதிரி தான் காலையில் 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம், அப்புறம் பிரேக் விட்டுருவாங்க. நான் நடிக்கும்போது அப்படி தான் நினச்சேன், மலையாள படம் கொஞ்சம் பட்ஜெட்டில் பண்ணுவாங்க, இவ்வளோ டைம் வேஸ்ட் பண்ணுறாங்களே அப்படின்னு. ஆனால் படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன். இது மலையாள படமா இல்லை தமிழ் படமா இல்லை ஹாலிவுட் படமாங்கிற மாதிரி இருந்தது. உண்மையாலுமே செட் ஒர்க்கெல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல. எந்த பார்வையில் நாங்கள் நிற்கலாம், எந்த பார்வையில் உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்கள் சேலஞ்ச் பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்ச் பண்ண, இது உண்மையாக நடந்தது. 500 ரூபாய் சேலஞ்ச் பண்ண, ஒரு ரோடு செட்டு போட்டிருந்தாங்க, ஒரு கல் இருந்தது. அந்த கல் வந்து நான் வந்து செட்டுன்னா அவர் இல்லைனாரு. 500 ரூபாய் சேலஞ்சுனா உண்மையில நான் வின் பண்ண, அது செட்டு. அது நம்ப மாட்டேங்க, அப்படி இருந்தது, தத்ரூபமா இருந்தது. அந்த பார்க்குற அந்த மரம் கூட செட்டு தான். நீங்க நம்ப மாட்டீங்க, உண்மையா அவ்வளோ கண்டிப்பா நீங்க கொடுக்குற காசுக்கு ஒர்த்தா இருக்கு இந்த படம். எல்லாரும் தேட்டரில் போய் பாருங்க, எங்களை சப்போர்ட் பண்ணுங்க. அப்பதான் இந்த மாதிரி படத்தை நீங்க கண்டிப்பா ரெகுலரா பார்க்க முடியும். இந்த டீமும் வந்து அடுத்தடுத்து படம் பண்றதுக்கு உங்களோட ஹெல்ப் ரொம்ப முக்கியமா இருக்கும். தேங்க்யூ, நன்றி. சந்து சலிகுமார். മഞ്ജുമൽ ബോയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വനിതാ റോഡുള്ള അതെയും താണ്ടി പുരിന്തമാനം അത്രയും മഞ്ജുമൽ ബോയ്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും പോയി പടം കാണാം, വീട്ടിൽ പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പറയാനുള്ളൂ. വിഷ്ണു രഘു. നമസ്കാരം. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ
എന്റെ ജീവിതത്തില് എന്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നോക്കണത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് സിധു, സൗമിക, കിണർ അവര് കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് സിനിമയില്. ചിലപ്പോൾ ഞാൻ കടന്നു പോകും. ഓക്കെ, താങ്ക് യു എല്ലാവരും. അഭിനവ് പൊതുവാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയത് വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം, ഗ്രേറ്റ് ജോബ്. മികച്ച സിനിമയാണ്. മലയാളത്തിന് നല്ല, ഈ ലോകത്തിന് തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിയും, സുഷിനും, ഗണുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇതിലൊരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് രണ്ടുപേരെയും കൂടെ അതിൽ പടത്തിലുള്ള മെയിൻ 2 ടെക്നീഷ്യൻസിനും കൂടെ, ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ശ്രീരാമൻ വിളിച്ചു, ഓൾറെഡി വിളിച്ചു. ആൻഡ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാഗ്. ഇതിന്റെ ഈ പടത്തിന് വേണ്ടി രാമം പകലൊന്നുമില്ലാതെ ഓടി നടന്ന് മിഡിൽ ഫിഗർ പോയ ഒരു മനുഷ്യനാണ്. ഷിജിൻ എനിക്ക് പരിചയപ്പെടുത്താം. അതായത് ഷിജിൻ ഞാൻ ആക്ച്വലി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ പുള്ളീനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ടി ലൂപ്സിലോട്ട് കയറുന്നതും. എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫസൽക്കായിട്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സംസാരിക്കും. എന്നിട്ട് നമ്മുടെ കുടുംബ സ്റ്റുഡിയോക്കാരനായ വിക്കി സപ്ത സ്റ്റുഡിയോയുടെ മുതലാളി പ്രൊപ്പറേറ്ററുമായ വിക്കി. എന്താ പറയുന്നത് എനിക്കറിയില്ല. കാരണം നോർമലി ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സും അതുപോലെ ടെക്നീഷ്യൻസും ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്തിട്ട് ആളാണ്. അപ്പോൾ വളരെ കുറച്ച് മലയാളം പടം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത്. പിന്നെ ഇതുപോലുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയതെന്ന് ഒരു വലിയ ഭാഗ്യം. അല്ല, ഷിജിൻ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചുമ്മാ കാക്കയുടെ സൗണ്ട് ഇടാനാണ് എന്നെ വിളിക്കുന്നത്. നല്ല പരിപാടി എന്നെ വിളിച്ചാൽ അതാണ് ഷിജിൻ വിളിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നതിന് നല്ല ഒരു ഹാപ്പിയാണ്. അല്ല, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒരുപാട് സിനിമകൾ മിക്സ് ചെയ്ത് ഒരുപാട് സിനിമകൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മിക്സിംഗ് എഞ്ചിനീയറും ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ വിളിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് വളരെയധികം ഒന്നുമില്ല. ചിതുവിന്റെ ഫ്രണ്ടാണ്. ചിതുവിന്റെ മുന്നത്തെ പടം ചെയ്ത സൗണ്ട് ഡിസൈനാണ്. ഇത് എന്താ പറയുക, മഞ്ഞുമലിന്റെ വർക്ക് അല്ലെങ്കിൽ ഞാൻ മഞ്ഞുമലിന്റെ ഒരു ഭാഗമാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതിനൊരു സന്തോഷം ആഘോഷിക്കുന്നു. ഇവിടെ എല്ലാവരും കൂടെ വന്നു. അധികം സന്തോഷം. താങ്ക് യു.